ഇന്നലെ ഇട്ട ഒരു ടോപ്പിക്കില്ലേ, വാട്സപ്പ് ചാറ്റ്സിനെ പറ്റിയിട്ട്. ചാറ്റ്സ് ഇൻ ദ സെൻസ് സ്ത്രീകൾക്ക് ഇഷ്ടമില്ലാതെ ആളുകൾ രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കൊക്കെ പൂവ് അയക്കുന്നതും ഗുഡ് മോർണിംഗ് അയക്കുന്നതിനൊക്കെ പറ്റി പറഞ്ഞില്ലേ. അപ്പോൾ എനിക്ക് ഇൻസ്റ്റയിൽ വന്ന ഒരു പ്രോബ്ലമാണ് കേട്ടോ, കുറച്ച് പേരുടെ. അപ്പം ഇൻസ്റ്റയിൽ എനിക്ക് വരുന്ന ജനറലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, അവരുടെ ആരുടെയും ഒരു പ്രൈവസി കളയാനോ ഒന്നും എനിക്കിവിടെ ഉദ്ദേശമില്ല കേട്ടോ. അവരുടെ അടുത്ത് പറയാറുണ്ട്, നിങ്ങൾ എന്നുമായിട്ട് ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ഇൻസ്റ്റയിൽ നിങ്ങളുടെ അനുഭവമാണെന്ന് പറഞ്ഞിട്ട്, നിങ്ങളുടെ പേര് പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ പറയണേ, ഇങ്ങനെ നടക്കുന്നുണ്ട് സൊസൈറ്റിയിൽ എന്ന് പറഞ്ഞിട്ട് പറയും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവർ ഓക്കെയാണ്. ബിക്കോസ് അങ്ങനെ പറഞ്ഞാൽ മാത്രമല്ലേ എന്നോടിത് പറയുന്നത് കൊണ്ട് എന്നെ കേൾക്കുന്ന ആളുകൾക്ക് കുറച്ച് അവയർനെസ്. നോക്കൂ, ഇത് അറിവ് എന്നൊന്നുമല്ല, അറിവ് എല്ലാവർക്കും ഉണ്ട്, ഒരു അവയർനെസ് ഇല്ലായ്മയുണ്ട് പുരുഷന്മാരിൽ എസ്പെഷ്യലി കേട്ടോ. അവർക്ക് സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പുരുഷന്മാർ നല്ല ആളുകളുണ്ട്, കേൾക്കുന്നവർ അങ്ങനെ തരംതിരിച്ച് കാണണം. എല്ലാവരും അടച്ചാക്ഷേപിക്കുകയാണ് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കേട്ടോ. ആരെ അടച്ചാക്ഷേപിക്കുന്നതല്ല, നടക്കുന്ന കാര്യങ്ങൾ കൺമുമ്പിൽ പെടുന്നതും കാതിൽ വീഴുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു എന്നേ ഉള്ളൂ. കാരണം ചിലർക്ക് ചിലത് മനസ്സിലാകാറില്ല അല്ലേ, ചിലർ നൈവായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു വരാൻ പോകുന്ന കാര്യം, ആണുങ്ങൾ, അതായത് ഹസ്ബൻഡ്സ്, പയ്യന്മാരെ പിന്നെ ഞാൻ വിട്ടു, അവർ പിന്നെ ഇൻസ്റ്റഗ്രാമിലും അല്ലെങ്കിൽ ഫേസ്ബുക്കിലും അത് അങ്ങനെ നടക്കുന്നുണ്ട്, അത് വേറെ കാര്യം. ഈ ആണുങ്ങൾ സ്ത്രീകളുമായിട്ട് ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നില്ലേ, ചില സ്ത്രീകൾ അതിന് ഓക്കെ എന്നും പറയും. അതെന്താ കാരണം എന്ന് വെച്ചാൽ, ചിലപ്പോൾ അവരുടെ അവസ്ഥ അതായിരിക്കാം, അവരുടെ ഹസ്ബൻഡ്സ് അവരെ ചീറ്റ് ചെയ്തിട്ടിട്ട് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ 1-2 കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നീട് ജീവിതം വഴിമുട്ടുന്ന അവസ്ഥയിലായിട്ട് നിൽക്കുന്നുണ്ടാവും. ആ സമയത്ത് ചിലപ്പോൾ അറിയാതെ ഒരു പിടിവെള്ളിക്ക് വേണ്ടിയിട്ടിരിക്കുന്ന സ്ത്രീകൾ ചിലപ്പോൾ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും എന്തൊക്കെയോ ഉണ്ടല്ലോ, ത്രെഡ്സ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, അത് എന്തിനാന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇടുമ്പോൾ മുഴുവൻ അതിനകത്തേക്ക് ഷെയർ ആവുന്നുണ്ട്, ഫേസ്ബുക്കിലും അങ്ങനെ ഷെയർ ആവുന്നതാണ്. ഐ ജസ്റ്റ് പോസ്റ്റ് ഓൺലി ഇൻ ഇൻസ്റ്റഗ്രാം. പക്ഷെ അതിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ആവുന്നുണ്ട്. മെറ്റ കമ്പനിയിലെ അവരുടെയാണ് ഇത് മൂന്നും. സോ നമ്മളൊരു ഇവിടെ പോസ്റ്റ് ചെയ്യുന്ന അവിടെയൊക്കെ ഇട്ടോട്ടെ എന്നുള്ള ഒരു അഗ്രിമെൻ്റ് അവർ ചോദിക്കുമ്പോൾ യെസ് എന്ന് പറയും. എന്താ, നമുക്ക് നഷ്ടമില്ലല്ലോ, കുറേ പേര് വൈഡ് ഓഡിയൻസ് കിട്ടട്ടെ എന്നോർത്ത്. പക്ഷേ ഫേസ്ബുക്കിലുള്ള വൈഡ് ഓഡിയൻസ് എന്ന് പറയുന്നത്, എനിക്ക് വന്നേക്കുന്ന റിക്വസ്റ്റുകളും മെസ്സേജസും ഒക്കെ ഞാൻ എടുത്ത് കാണിച്ചാൽ നിങ്ങൾ വിചാരിക്കും ഇത് എന്തുവാന്ന്, പിള്ള ആണുങ്ങൾക്ക് ജോലിയൊന്നുമില്ലെന്ന്. അത് മാത്രമല്ല കേട്ടോ, ഇപ്പം ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ആണുങ്ങൾ സ്ത്രീകളുടെ വലയിൽ കുടുങ്ങുന്നു. അതാണ് ക്വസ്റ്റ്യൻ, അതാണ് ഈ സംക്ഷിപ്ത രൂപം എന്നോട് പറഞ്ഞ ആളുടെ. സ്ത്രീകളുടെ വലയിൽ കുടുങ്ങുന്നു എന്ന് പറഞ്ഞാൽ സെക്സ് ടോക്സ് ചെയ്യുന്നു. ഒരു പക്ഷേ അപ്പുറത്തിരിക്കുന്നത് പുരുഷനുമാകാം, അതൊന്നും ഇവർക്ക് അറിയില്ല. പക്ഷെ ചേച്ചി എപ്പോൾ നോക്കിയാലും എൻ്റെ ഹസ്ബൻഡ് ഇത് കണ്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ പോൺ വീഡിയോസ് കാണും, ഞങ്ങൾ തമ്മിൽ ഹെൽത്തി റിലേഷൻഷിപ്പൊക്കെ തന്നെയാണ്, പക്ഷെ ഇത് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കുന്നുണ്ട്, പിന്നെ എനിക്ക് പരാതിപ്പെടാൻ മാത്രമൊന്നും ഇല്ല അദ്ദേഹത്തിൻ്റെ അടുത്ത്, പക്ഷെ ഇതാണെന്ന് പറയുന്നു. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ ഇല്ലേ, ഈ ഒരു കാരണം, ഈ ഒരു പ്രവണത, പുരുഷന്മാരുടെ ഘടന വ്യത്യാസമുണ്ട് എന്ന് പലരും പറയുന്നു. പക്ഷെ ഞാൻ ഒരുപാട് ആസ് എ ലോയറാണ് കേട്ടോ ഞാൻ പറയണത്, ഞാൻ സൈക്കോളജിയും സൈക്യാട്രിയും ഒന്നുമല്ല പറയുന്നത്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് നോക്കിയപ്പോൾ, പണ്ട് ഈ ഡിവോഴ്സ് കേസസ് വരുന്നതുണ്ടല്ലോ, ചീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് വരുന്നത്, ചീറ്റിംഗ് ഇൻ ദ സെൻസ് അഡൾട്ടറി എന്ന് ബേസ് ചെയ്തിട്ട് അതൊരു ക്രൂവൽറ്റിയാണ്, വൈഫിന് അഗൻസ്റ്റ് ആയിട്ടുള്ള ക്രൂവൽറ്റിയാണ് അഡൾട്ടറി എന്ന് പറയുന്നത് അല്ലേ. ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റുമോ? കണ്ടമാനം നടക്കുന്ന ആളുകൾ വീട്ടിൽ വന്ന് കയറിയാൽ എന്തായിരിക്കും? ആ സ്ത്രീ ഒരു പരിശുദ്ധയായിട്ടുള്ള സ്ത്രീ, പരിശുദ്ധ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നതിന് കാരണമുണ്ട് കേട്ടോ. യുവർ ബോഡി, ആണുങ്ങളോടും പെണ്ണുങ്ങളോടാണ്, യുവർ ബോഡി ഈസ് എ ടെമ്പിൾ. കേരളത്തിലെ ടെമ്പിൾസ് ഒക്കെ പണിത് വെച്ചിരിക്കുന്നത് ഒരു ശരീരത്തിൻ്റെ ഭാവത്തിലാണെന്ന് പറയും. അത് പറയണമെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കും. അതായത് ഒരു ഹ്യൂമൻ ശരീരം എങ്ങനെയാണോ അതാണ് ഓരോ വാസ്തു ഘടനയായിട്ട് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഒരു ടെമ്പിളിൻ്റെ കവാടം കയറുന്നത്, അതിൻ്റെ അകത്തേക്ക് പോകുന്നത്, പിന്നെ പ്രദക്ഷിണ വഴി അതിൻ്റെ അകത്തുള്ള ഗർഭഗൃഹം, ഇതിനെല്ലാത്തിനും ഒരു മനുഷ്യ ശരീരത്തിൻ്റെ അനുമാനങ്ങളാണെന്നാണ് അറിവുള്ളവർ പറയുന്നത്.
അപ്പോൾ നമ്മളുടെ ശരീരം ഒരു ടെമ്പിളായിട്ടല്ലേ നമ്മൾ കാണേണ്ടത്, അല്ലേ? നമ്മുടെ ശരീരം എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ അല്ലെങ്കിൽ സൃഷ്ടാവ്, ഭഗവാൻ എന്ന് പറയുന്നതിന് സൃഷ്ടാവ് എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ, അല്ലാതെ ഗോഡ് എന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ പറഞ്ഞേ, മാറിപ്പോയി. അപ്പോൾ സൃഷ്ടാവ് നമ്മളെ ഇങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നു. അതിൽ ഒരു ചിലർക്ക് മാത്രം, വളരെ ചെറിയ ആളുകൾ മാത്രം എന്തുകൊണ്ടാണ് ഈ സുഖഭോഗങ്ങൾ എന്ന് പറയുന്ന ഈ പർട്ടിക്കുലർ ഭോഗങ്ങൾക്ക് പിന്നാലെ, അതായത് ലഹരി, സ്ത്രീ എന്ന് പറയുന്നത് ചിലർക്കൊരു ലഹരി, പിന്നെ അല്ലെങ്കിൽ മറ്റുള്ള ലഹരി വസ്തുക്കളുടെ പദാർത്ഥങ്ങളുടെ പ്രയോഗം ഒരു ലഹരി, ഇതെല്ലാം ആ ഒരു നൈമിഷിക നേരത്തേക്ക് ലഹരിയാണ് അല്ലേ. അത് കഴിഞ്ഞിട്ടോ പശ്ചാത്താപ വിവശനായിട്ട് ഭാര്യയോട് വന്ന് കൺഫസ് ചെയ്യുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ഭാര്യയെ കണ്ടുപിടിക്കുമ്പോൾ എനിക്കിതൊരു അസുഖമാണെന്ന് പറയുന്ന ആളുകളുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മനഃശാസ്ത്രജ്ഞന്മാർക്ക് അതിൻ്റെ വിശകലനങ്ങളൊക്കെ ഉണ്ട്. ഇത് സാമൂഹികപരമായിട്ട് ഞാൻ പറയണേ, നിങ്ങളുടെ കുടുംബം എന്ന് പറയുന്ന ആ ഒരു കട്ടുപ്പാടിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കും. ഇപ്പം എൻ്റെ ഈ തലമുറ പറയാം ഞാൻ കേട്ടോ, നമ്മുടെ മക്കളുടെ തലമുറയിലേക്ക് പിന്നീട് വരാം, എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും തലമുറയിലേക്കും പോവാം. അച്ഛനും അമ്മയും മക്കളും ഇത്രയാണല്ലോ നമ്മൾ ഒരു രീതിയിലൊരു കുടുംബം എന്ന് പറയുന്നത്. ചിലപ്പോൾ ആ അച്ഛൻ്റെ അമ്മ ഉണ്ടായേക്കാം. ആരാണ് നമ്മളുടെ കാലത്തൊക്കെ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായ എൻ്റെ അച്ഛൻ്റെ അമ്മയുണ്ടായിരുന്നു. എൻ്റെ അമ്മ, അതായത് ഭാര്യ, 2 മക്കൾ, ഞാനും എൻ്റെ ബ്രദറും, ഇങ്ങനെയായിരുന്നല്ലോ നമ്മുടെ കുടുംബം എന്ന് പറയുന്നത്. ആ കുടുംബത്തിൽ ഒരു പക്ഷേ അപ്പൂപ്പൻ കുറേ നാളുകൾ ജീവിച്ചിരുന്നെങ്കിൽ കുറച്ച് നാൾ അപ്പൂപ്പൻ ഉണ്ടാകും അല്ലേ. അങ്ങനെയുള്ള കുടുംബത്തിൽ അച്ഛനെ ആരെയായിരിക്കും കാണുന്നത്? ആ അമ്മയുടെയും അച്ഛൻ്റെയും ജീവിതമായിരിക്കും കണ്ടുവരുന്നത്. പിന്നെ ഒരു പ്രത്യേക സ്ഥലമുണ്ട്, ഒക്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് എൻ്റെ അച്ഛൻ്റെ വീടെങ്കിൽ അതിനോട് ഒരു വേരുണ്ട് അവിടെ. ആ വേരിൽ നിന്നുമാണ് അച്ഛൻ തിരുവനന്തപുരത്തും കണ്ണൂരും കാസർഗോഡും ഒക്കെ പോയി ജോലി ചെയ്യുന്നത്. അത് ഇന്നില്ല, ശരിയല്ലേ? ശരിക്കും ചിന്തിച്ച് നോക്കൂ, ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊരു കൂടുണ്ട് എന്ന് വിചാരിച്ചു, അപ്പോൾ അച്ഛനും അച്ഛൻ്റെ ബ്രദറും സിസ്റ്റേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടി ഇതങ്ങ് വിറ്റിട്ട് അതിന് കിട്ടിയ പൈസ കൊണ്ട് ഏതെങ്കിലും നഗരങ്ങളിൽ ചെന്ന് ചേക്കേറും. അങ്ങനെ ആയി കഴിയുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ ഇപ്പുറത്തെ വീട്ടിലെ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ വീട്ടിലെ തീർന്നു. അത്രയേ ഉള്ളൂ കണക്ഷൻസ്. നമുക്കറിയില്ല, ഒരു നാട് മൊത്തം ഇല്ല അവിടെ നമ്മളെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ നമ്മളെ ദുഷിക്കാനോ അല്ലെങ്കിൽ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കാനോ ഒരു നാട് മൊത്തം ഇല്ല. ഇത് തന്നെയാണ് കുഴപ്പം. അപ്പോൾ നാടിനും നാട്ടാർക്കും വേണ്ടി ജീവിച്ചതാണ് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും തലമുറ. അയ്യോ നാട്ടുകാരെന്ത് പറയും? അവിടെ ഒരു പോസിറ്റീവ് തിങ്കിങ്ങും ഉണ്ട്, ഒരു നെഗറ്റീവ് തിങ്കിങ് അല്ല നെഗറ്റീവ് കാര്യവും ഉണ്ട്. പക്ഷേ നാട്ടുകാരെന്ത് പറയും എന്ന് വിചാരിച്ച് അടക്കവും ഒതുക്കവും ഒഴുക്കവും എല്ലാം അന്നത്തെ കാലത്തെ ആണുങ്ങളിൽ കൂടുതലായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ അവിടെയും ചില പരിമിതികളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ കുറച്ച് ഡിവിയേറ്റൊക്കെ ആയിട്ട് പോകാറുണ്ട്. ഞാൻ പറയാറില്ലേ, അത് ഇപ്പം 100 പേരെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാമത്തിലെ 100 പേരെ എടുത്തു കഴിഞ്ഞാൽ ഒരു വിരലിലെണ്ണാവുന്ന ഒരു 5ഓ 6ഓ പേരാണ് അങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവുക. അങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് പോകാനായിട്ട് സ്ത്രീകളും വശംവദരായി ഇരിക്കുന്നത് ഗ്രാമങ്ങളിൽ കുറച്ച് കുറവാണ്. ഇല്ലയെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഇന്നത്തെ ഗ്രാമവും പട്ടണവും നഗരവും ഒക്കെ ഒരുപോലെ ആയിട്ടുണ്ട്. പക്ഷെ പണ്ടത്തെ കാലം ഞാൻ പറഞ്ഞു തന്നെ എന്തിനാന്ന് വെച്ചാൽ, ഈ ഒരു പട്ടം ഇങ്ങനെ പറന്ന് പോകുമ്പോൾ ആ പട്ടത്തിൻ്റെ ചരട് ആരുടെയെങ്കിലും ഒരു കയ്യിലുണ്ടാവും, കുടുംബനാഥൻ്റെ കയ്യിലോ അല്ലെങ്കിൽ കുടുംബനാഥയുടെ കയ്യിലോ ഉണ്ടാവും. ആ പട്ടം പോയി പറന്നിട്ട് തിരിച്ച് ഇവിടെ തന്നെ വന്ന് വീഴും. ഇന്ന് അങ്ങനെയല്ല, കുടുംബനാഥനും ഇല്ല. ആ പട്ടം അങ്ങ് വിട്ടു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുമോ? പറന്ന് നടക്കും. അതാണ് ഇന്നത്തെ ഈ 30കളിലും 40കളിലും ഒക്കെ വിഹരിക്കുന്ന ആൺമനസ്സുകളും പെൺമനസ്സുകളും ചെയ്യുന്ന പ്രവൃത്തികൾ. അല്ലാന്ന് നിങ്ങൾക്ക് ഇല്ല ചേച്ചി ഇതൊന്നും അങ്ങനെയൊന്നും അല്ല, അതൊക്കെ നല്ല അടി കൊടുക്കാഞ്ഞിട്ടാന്ന് ചിലർ പറയും. പക്ഷെ അതല്ല, ചോദിക്കാനും പറയാനോ ആളില്ലാഞ്ഞിട്ടുള്ളത് തന്നെയാണ് അതിൻ്റെ ഉത്തരം. ഈ നാട്ടും പുറത്ത് ആൾക്കാർ ഇരിക്കുന്ന കണ്ടിട്ടില്ലേ, നമ്മൾ പണ്ട് പറയില്ലേ ഇങ്ങനെ കവലൊക്കെ ഇരുന്ന് സംസാരിക്കണു. ഞാനൊക്കെ അതിലൂടെ പോകുമ്പോഴേ ഓടാൻ വരെ പേടിയാണ്. അതാണ് അതിൻ്റെ നെഗറ്റീവ് വശം. ഓടിക്കഴിഞ്ഞാൽ അവരുടേതായ ഭാഷയിലൊക്കെ അവർ ഓരോന്നൊക്കെ പറയും. അതൊക്കെ നമുക്ക് വല്ലാണ്ട് വിഷമമൊക്കെ തോന്നും കേട്ടോ ആ സമയത്ത്. പക്ഷേ ഇതുപോലെ ഞാൻ ചുരിദാർ ഫസ്റ്റ് ഇട്ടുണ്ടോ ഇപ്പോൾ അടുത്തൊരു അമ്മൂമ്മ അവിടെ നിൽക്കണ്ടായിരുന്നു. അമ്മൂമ്മ പറഞ്ഞാൽ ഞങ്ങളൊക്കെ അവിടെ എപ്പോഴും കാണുന്ന ഒരു അമ്മയാണ്, ചട്ടയും മുണ്ടൊക്കെ ഇട്ടിട്ടൊരു ലേഡിയാണ്. പക്ഷെ ഭയങ്കര തൻ്റേടി എന്നുള്ളൊരു ഒരു ലേബലുള്ള ഒരു അമ്മയായിരുന്നു അവിടെ കേട്ടോ.
കാരണം ഈ ഭർത്താവ് മരിച്ചുപോയിട്ട് മക്കളെ പോറ്റി വളർത്തുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ട് ആളുകൾ അവരെ അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പോകുമ്പോൾ ഇത് നോക്കിയ ഒരു നമ്പൂരിശൻ പോണു, എന്താ ഈ ചുരിദാറില്ലേ മറ്റേ ലൂസായിട്ടുള്ള പണ്ട് അങ്ങനത്തെ ഒരു ഇതുണ്ട്, നമ്പൂരിശൻ പോണു, എൻ്റെ മോളെ ഇതൊക്കെ ഇട്ടുകൊണ്ട് പോയാൽ എങ്ങനെയാണ് മോളെ ബാത്റൂമിലൊക്കെ പോവാ അങ്ങനെ ചോദിച്ചു. അത് ബാത്റൂമിൽ നിന്നൊന്നും അല്ല എങ്ങനെ അങ്ങ് ചോദിക്കുക, വളരെ വൾഗറായിട്ട്. അപ്പം നമുക്കൊരു ഖനമായി, ഇത്രയും അങ്ങ് ചോദിച്ചപ്പോഴേക്കും ഒരു ഖനമായി. ഇങ്ങനെ ഇങ്ങനെ ഒരു ഡ്രസ്സ് ഇടുന്നതിന് ചോദിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഖനമാകുന്നത് നമ്മൾ വളരെ സൂക്ഷിക്കും അല്ലേ. എന്തെങ്കിലും ഒരു ചെറിയൊരു ഇത് വന്നു കഴിഞ്ഞാൽ നമുക്കതൊരു വിഷമം തോന്നും. അത് തന്നെയാണ് ആൺകുട്ടികളുടെയും കാര്യം. അവരെയും അതെ, സൈക്കിൾ ഓടി നടക്കുന്ന പ്രായം മുതലേ അവരെ ഇങ്ങനെ ഉപഗ്രഹം പോലെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും കേട്ടോ. അപ്പം നമ്മൾ ചിലർ റിബലാകും, പോടാ നിൻ്റെ പണി നോക്കും, എനിക്കിഷ്ടമുള്ള പോലെ നടക്കുമെന്ന് പറയാനായിട്ട് റിബലസ് ആയിട്ട് ചിന്തിക്കുന്ന ആൺകുട്ടികളുണ്ട്. അതല്ല ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാമൂഹികമായിട്ടുള്ള വ്യവസ്ഥിതി മാറിയതോടുകൂടിയാണ് ആളുകൾ കൂടുതലും റൂംസിൻ്റെ അകത്ത് ഇതൊക്കെ അവൈലബിൾ ആകാൻ തുടങ്ങി. പണ്ട് കവലയ്ക്ക് ചെന്നിരുന്നാലാണ് പെൺകുട്ടികൾ പോണതും വരുന്നതും കാണാൻ പറ്റുള്ളൂ, അറ്റ്ലീസ്റ്റ് കാണാനെങ്കിലും പറ്റുള്ളൂ. ഇത് അങ്ങനെയല്ലല്ലോ. ക്ലിക്ക് ചെയ്യുക, മൊബൈൽ എടുക്കുക, യു ക്യാൻ ഹാവ് ദ എൻറ്റയർ വേൾഡ് അല്ലേ മൊബൈലിൽ. എന്ത് വേണം എല്ലാത്തിനും അവൈലബിൾ ആയിട്ടുള്ള. ഇപ്പോൾ തിരിച്ച് ഞാൻ ആ ഗ്രാമത്തിലേക്ക് തന്നെ വരട്ടെ. അവിടെ ഇപ്പോൾ ഈ സെക്സ് ട്രേഡ് നടത്തുന്ന സ്ത്രീകളൊന്നും അധികം ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ അറിവ് കേട്ടോ. ഞാൻ അറിഞ്ഞിട്ടില്ല, ഉണ്ടായിട്ടുണ്ടാകാം എല്ലായിടത്തും, വല്ല 1 2 ഒക്കെ വല്ല അവിടെയുള്ള പട്ടണത്തിൻ്റെ മൂലയ്ക്കോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ അവൈലബിൾ ആകണമെങ്കിൽ എത്ര പേര് അങ്ങനെയൊക്കെ അന്വേഷിച്ച് പോകും, പേടിച്ചിട്ട്. നാണക്കേടല്ലേ. അപ്പം സിനിമകളിൽ കാണുന്ന പോലെ ശങ്കരാടി പകലിരുന്നിട്ട് ഇവറ്റകളോടൊന്നും മിണ്ടാൻ കൊള്ളില്ലേടാ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കണം, അങ്ങനെയുള്ളവരോടൊന്നും പോയി സംസാരിക്കരുത്, സാമൂഹിക വിരുദ്ധനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഒരു പശുവിനെ അന്വേഷിച്ച് നടക്കുന്ന സിനിമയിൽ പൊന്മുട്ടയിടുന്ന താറാവ് അങ്ങനെ പറഞ്ഞിട്ട് ശ്രീനിവാസൻ, ഉർവശി, ജയറാമൊക്കെ ഉള്ള അതിനകത്ത് ഒരു സ്ത്രീയുടെ അടുത്ത് ഇങ്ങനെ കാശ് കൊടുക്കുന്ന ഒരു വകുപ്പ് കാണുന്നുണ്ട് ആൾക്കാർ. അപ്പം അത് കണ്ടിട്ട് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ അവരെ നോക്കിയിരുന്നിട്ട് അരിയാട്ടുമ്പോൾ ശങ്കരാടിയുടെ ഡയലോഗാണ് കേട്ടോ. ഇങ്ങനെ ചില സാമൂഹിക വിരുദ്ധകളായിട്ടുള്ള ഇവറ്റകളെയൊക്കെ ഇവിടെ നിന്ന് അടിച്ചു ഓടിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അയാൾ വൈകുന്നേരം തലയിൽ മുണ്ടിട്ട് ആ സ്ത്രീയുടെ ഡോറിൽ വന്ന് മുട്ടുന്ന ഒരു രംഗമുണ്ട് എന്ന് പറഞ്ഞ പോലെ. അപ്പോഴാണ് അവരെ അറിയുന്ന ഇനി ഒരാൾ ജഗദീഷ് ശ്രീകുമാർ അതിൻ്റെ അകത്തിരിക്കുന്നു. പുള്ളി വെളിച്ചപ്പാടം കണ്ട ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഹിപ്പോക്രിറ്റിക്കൽ സൊസൈറ്റി അന്നും ഉണ്ട്. പക്ഷെ അവിടെ കണ്ടുമുട്ടുമ്പോൾ ഈ ശങ്കരാടിയുടെ കഥാപാത്രം പറയും, ഞാൻ നിങ്ങളെ വെളിച്ചപ്പാടിനെ അന്വേഷിച്ച് ഇറങ്ങിയത്, എവിടെ ഉണ്ടാവും അറിയാം, അതുകൊണ്ട് ഇവിടെ വന്നതാണ്. എവിടെ അയാളും മറ്റു സ്ത്രീ അന്വേഷിച്ച് വന്നാണേ. അപ്പോൾ ഇയാൾക്കൊരു കൂസലുമില്ല. ഈ വെളിച്ചപ്പാടിൻ്റെ കഥാപാത്രത്തിന് വലിയ കൂസലൊന്നുമില്ല. കാരണം അയാൾക്ക് മേലെ ആകാശം താഴെ ഭൂമി എന്നുള്ള ആളായിരിക്കണം, കാരണം ഫാമിലി ഇല്ലായിരിക്കാം. പക്ഷെ ഇയാളൊരു മാന്യനായിട്ടുള്ളൊരു വ്യക്തിയാണെന്നാണ് വെപ്പ്. അപ്പോൾ എല്ലാവരും ഒരു പ്രാർത്ഥനയുടെ കാര്യം പറയാൻ വേണ്ടി അന്വേഷിച്ചതാണ്. ഇനിയിപ്പോൾ നാളെ ആവട്ടെ എന്നും പറഞ്ഞാൽ അയാൾ ഓടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അയാളിലുമുണ്ട്, നമ്മൾ കാണുന്നുണ്ട് ആ മാന്യനായ അദ്ദേഹത്തിലുമുണ്ട് ഒരു വിടത്വം. അപ്പോൾ അന്ന് ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിലും അവരത് മൂടി വെക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവരത് പുറത്തേക്ക് കൊണ്ടുവരാൻ അവരിഷ്ടപ്പെട്ടിരുന്നില്ല. ബിക്കോസ് അവർ എക്സ്പോസ്ഡ് ആകാൻ പാടില്ല. അവരുടെ പേരിനെ പറ്റി അവർ വ്യാകുലപ്പെട്ടിരുന്നു. സോ ഇന്ന് അറിയുന്നില്ലല്ലോ, ഈ ഫോണിനകത്തൊരു ലോക്ക് വെച്ചാൽ പോരെ, ആരാ അറിയാൻ പോകുന്നത്? അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ തോന്നും എന്നുള്ള ഒരു ബയോളജി ആണ് നമ്മളുടെ ശരീരം എന്ന് പുരുഷന്മാർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഭാര്യമാർക്ക് നിങ്ങളുടെ ഫോണിൻ്റെ കീയും പാസ്വേഡും ഒക്കെ അറിഞ്ഞിരിക്കണം. ഭാര്യമാരതെടുത്ത് വയ്ക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ എല്ലാത്തിൻ്റെയും, അതായത് യു ഷുഡ് ഹാവ് ആക്സസ് ടു ദ ഫോൺ, പിന്നെ മൊബൈൽ ഫോണും, പിന്നെ ഇതിലൊക്കെ ആക്സസ് വേണം. എപ്പോഴും പോയി നോക്കി നിങ്ങൾ ആരോടെ മിണ്ടിയാൻ വേണ്ടി അങ്ങനെ ചെയ്യരുത് കേട്ടോ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഡൗട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനായിരിക്കും പ്രശ്നം. അതല്ല, ഇതെൻ്റെ കയ്യിലുണ്ട്, ഞാൻ എപ്പോൾ വേണമെങ്കിലും കയറി നോക്കും, എന്തെങ്കിലും കാര്യത്തിന് ഞാൻ കയറി നോക്കുമ്പോൾ ഞാൻ കാണും എന്നുള്ള ഒരു ഭയം ഉണ്ടാകുമ്പോൾ അവരത് ചെയ്യില്ല കേട്ടോ. ഒരു മോണിറ്ററിങ് സിസ്റ്റം ഈ പുരുഷന്മാർക്ക് ആവശ്യമായിട്ട് വരുന്നതുകൊണ്ടാണ് അങ്ങനെ. അതല്ല, അവർക്ക് എന്തെങ്കിലും ഒരു വൈകല്യമാണെങ്കിൽ, ഇപ്പം പല വൈകല്യങ്ങളുണ്ടല്ലോ, ഫ്ലാഷിംഗ് എന്നൊക്കെ പറയും. ഞങ്ങൾ സെൻറ്റ് റിസാസ് കോളേജിൻ്റെ മുമ്പിലൊക്കെ ഫ്ലാഷിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് തുണി പൊക്കി കാണിക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനത് മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിലേക്ക്, അല്ല ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലേക്ക് ആക്കിയതാണ്. അത് പറയാനൊരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അത് പറയുന്നത്, ആ വേർഡ് പറയുന്നത്. അങ്ങനെ ചെയ്യുന്ന ആളുകളെയൊക്കെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുമായിരുന്നു.
ബിക്കോസ് അത് ഒബ്സീനിറ്റിയാണ് അല്ലേ. അപ്പോൾ ആ ഒബ്സീനിറ്റിയാണ് നിങ്ങൾ ഈ ഫോണിലും കാണിക്കുന്നത്. മാന്യന്മാരായ വ്യക്തികൾ ഒബ്സീനായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്ത്രീകൾക്ക് ഇതിലൂടെ കാണിച്ചു കൊടുത്ത് പൈസ പോകുന്നുണ്ട്. ഒരുപാട് പേർക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്. അറിയാതെ സംഭവിച്ചു പോകുന്നതായിരിക്കാം. പിന്നീട് അവരതിനെ പറ്റിയിട്ട് പശ്ചാത്താപിക്കുന്നുണ്ടാകും, പക്ഷേ ഞാൻ എന്താണ് ഈ കാണിച്ചതെന്ന്. ഇത് തന്നെ ഭാര്യമാരങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ആരെങ്കിലും സമ്മതിക്കുമോ? എനിക്ക് തോന്നുന്നു സ്ത്രീകൾ ആ രീതിയിലേക്ക് പോകാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ഈ പുരുഷന്മാരിങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് അവർ കണ്ടുപിടിക്കുമ്പോഴാണെന്നാണ് എൻ്റെ അറിവ്. അല്ലാതെ പോകുന്നവരും ഉണ്ടാകാം. നന്മ നിറഞ്ഞ ഭർത്താക്കന്മാരുള്ള സ്ത്രീകളും ഇങ്ങനെ പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇതിനെല്ലാം നമ്മൾ ഈ മൊബൈൽ ഫോണിനെയും ഇൻ്റർനെറ്റിനെയും കുറ്റം പറഞ്ഞിരിക്കേണ്ട കാര്യമില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം മനസ്സാണ്. ഇഫ് വി ഡിസൈഡ്, ഞാൻ തീരുമാനിക്കണം എൻ്റെ ശരീരം ടെമ്പിളാണ്, എൻ്റെ വീട്, എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ എന്നെ കണ്ടാണ് വളരേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കണം. ഒരു പുരുഷനായാലും സ്ത്രീ ആയാലും. അങ്ങനെ ആകുമ്പോൾ ഈ വൾണറബിലിറ്റി ഒന്നും നമ്മളെ ബാധിക്കില്ല. ശാരീരികമായിട്ട് എല്ലാവരും ഒരേപോലെയല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ? നമ്മൾ പറഞ്ഞ പോലെ ഈ എല്ലാ ശരീരങ്ങളിലും ഇത്ര %, 70% വെള്ളമാണ്, പിന്നെയാണ് മാംസം, അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. ബ്ലഡാണ് അധികം എന്നുള്ളത്. അപ്പോൾ ആ ഒരു എന്താ ഇത് തന്നെയല്ലേ എല്ലാവർക്കും ആ അനാറ്റമി തന്നെയല്ലേ സൃഷ്ടാവ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏറ്റവും കുറച്ചിലുണ്ടാകുന്നത് ഇറ്റ്സ് ഹിയർ. നമുക്കപ്പോൾ അത് കൺട്രോൾ ചെയ്യാനുള്ള സെൻസസ് വേണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. 5 സെൻസസും വളരെ പവർഫുള്ളായിട്ടുള്ളൊരു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്ന സൃഷ്ടാവിന് അറിയാം അല്ലേ. അപ്പോൾ ഈ ഓരോരോ സെൻസുകൾ തമ്മിലുള്ള കൺട്രോളിങ് പവർ ഉണ്ടെങ്കിൽ യു ക്യാൻ കൺട്രോൾ യുവർ ലൈഫ്. ഇത് ബോറിംഗ് ടോപ്പിക്കാണോ, ഇത് കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കാണോ എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് ഒരു ടോപ്പിക് ഇന്ന് ഇങ്ങനെ പറയണം തോന്നി, അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത്, ഒരു പ്രമുഖ നടൻ്റെ മകൻ ഇതുപോലെ തന്നെ ഒരു കേസിൽപ്പെട്ട്, ഈ ഫ്ലാഷിങ് കേസിൽ പെടുകയുണ്ടായി. അപ്പോൾ കുറേ അടുത്തൊക്കെ ഇങ്ങനെ വായിച്ചൊക്കെ വന്നപ്പോഴേ അതിൻ്റെ പല കമൻറ്റ് സെക്ഷനിൽ പോയി വായിക്കുമ്പോൾ അതിനകത്ത് ഒരു വല്ലാത്ത രീതിയിലുള്ള ക്യാരക്ടർ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു നടനാണ് ഇദ്ദേഹം. പണ്ട് കാലത്ത് നസീർ സാറിൻ്റെയൊക്കെ കാലത്ത് വില്ലൻ വേഷങ്ങൾ അഭിനയിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാണ് ഇദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മകന് ഉണ്ടായത് ഈ സിനിമയിൽ അഭിനയിച്ചൊക്കെ വന്ന് ഭാര്യയുടെ അടുത്ത് വന്നിട്ട് ആ സമയങ്ങളിലാണ് ഭാര്യ പ്രഗ്നൻ്റ് ആയതെന്നൊക്കെ എവിടെയോ വായിച്ചു കണ്ടു. ജീൻസ് ഓൾസോ മാറ്റേഴ്സ്. ആ സമയത്തുണ്ടാകുന്ന ജീൻസിൻ്റെ എന്താ പറയണ പ്രകമ്പനങ്ങളും മാറ്റേഴ്സ് എന്നാണ് താഴെ ഏതോ ഒരു സൈക്കോളജിസ്റ്റ് ആരോ വന്ന് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിക്കുകയാണ്, നോക്കൂ, ഇത്തിരിയില്ലാത്ത ഒരു ജീൻസ്, ആ സ്പേം, അതിന് ഇത്രയും ഒരു പ്രകമ്പനം ഉണ്ടായിട്ടുണ്ടായിരിക്കണം ആ സമയത്ത് എന്ന് നമ്മൾ ഇപ്പം അനുമാനമാണല്ലോ എല്ലാം. അപ്പോൾ അത് എത്രത്തോളം പവിത്രമായിട്ടുള്ളൊരു കാര്യമായിരിക്കണം നമ്മൾ കുട്ടിയെ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ അല്ലേ. അപ്പം രണ്ട് കൂട്ടരും, ഹസ്ബൻഡും വൈഫും വളരെ ചിന്തിച്ച് ഒരു കുഞ്ഞിനെ നമ്മുടെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന പവിത്രമായ ഒരു ചടങ്ങായിട്ടത് കാണണം എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം എന്നെ തെറി പറയാൻ ഇഷ്ടംപോലെ ആൾക്കാർ വരും. ആ ചടങ്ങ് അതിനുശേഷം ചടങ്ങുകൾ ആവർത്തിക്കപ്പെടാം, അതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. വെൻ യു ആർ ഗോയിങ് ടു ക്രിയേറ്റ് സംതിങ്, പ്ലീസ് അതിന് അതിൻ്റേതായ പവിത്രത, നിങ്ങളുടെ ആ ബന്ധത്തിന്, ഭാര്യ ഭർത്തൃ ബന്ധത്തിന് അതിൻ്റേതായ ഒരു പവിത്രത കൊടുത്താലുണ്ടല്ലോ ലോകം എന്തായി മാറും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് നമുക്ക് ജീവിക്കാൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ പറയുന്നു, നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി മാന്യൂവർ ചെയ്ത് പോയേ പറ്റുള്ളൂ. ബിക്കോസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഒരുപാട് പ്രലോഭനങ്ങളാണ് ചുറ്റിനും. അപ്പോൾ ആ പ്രലോഭനങ്ങളെ എങ്ങനെ തരണം ചെയ്യാം? ഒറ്റ വാക്കിൽ ഉത്തരം പറയട്ടെ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനെ ശ്രദ്ധിക്കുക. ഡു എക്സസൈസൊക്കെ ചെയ്ത് ആവശ്യമില്ലാത്ത ചിന്തകൾ വരുത്താതെ നല്ല എക്സസൈസൊക്കെ ചെയ്ത് നല്ലപോലെ കായികക്ഷമതയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല വൃത്തിയായിട്ട് ശരീരം സൂക്ഷിച്ച് ഉറങ്ങാൻ കിടന്ന് നോക്കൂ. ഒരു 9:30 ആകുമ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് വെച്ച് നിങ്ങളുടെ ബെഡ്റൂമിൽ നിന്ന് പുറത്താക്കൂ ഈ പറഞ്ഞ വസ്തുക്കളെയൊക്കെ.
നമ്മുടെ മനസ്സ് നന്നാവും എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ വരെ 10 മണി വരെ നോക്കും കേട്ടോ. ഞാൻ തന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് പേടിയാണ്, എന്ത് ബാഡ് കമൻ്റ് ആണ് ആൾക്കാർ ഇടുന്നതെന്ന് നോക്കിയിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നേ. ഐ ഡോണ്ട് നോ വൈ ഈവൻ ഐ ഹാവ് ടു വീൻ ഔട്ട് ഫ്രം ദിസ് ഹാബിറ്റ് എന്ന് ഞാൻ വിചാരിക്കും. ബട്ട് സ്റ്റിൽ ഗിവിങ് ബാക്ക് ടു ദ സൊസൈറ്റി എന്നുള്ള പേരിലാണ് കേട്ടോ ഞാനിത് ചെയ്യുകയും വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അനാവശ്യമായിട്ടുള്ള ഒരു ടോപ്പിക്കും ഞാൻ പോയി ക്ലിക്ക് ചെയ്ത് കാണാറില്ല. നിങ്ങളും അങ്ങനെ ആയിക്കോട്ടെ. എൻ്റെ ഈ ടോപ്പിക്കും അനാവശ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു വാച്ച് ദിസ്. ഇതിൽ നിന്നും എന്തെങ്കിലും ടേക്ക് അവേ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കണ്ടാൽ മതി. ഓക്കെ, ചിയേഴ്സ്.